തെക്കേ കൊമ്പിൻ തുമ്പിലെ കൂട്ടിൽ കാക്ക കുഞ്ഞുങ്ങൾ ഒച്ചവെച്ചേ ചില്ല പെറുക്കി കൂടൊരുക്കിയ കാക്കക്കറുമ്പൻ കണ്ടപ്പോൾ കൂട് പൊളിക്കാൻ വന്നെന്നു ചൊല്ലി കൊക്കൊണ്ടു തള്ളി താഴിട്ടേ. ചാമ്പക്കാരി തിന്ന് കിടന്നുറങ്ങണ വാവലച്ചൻ നീട്ടിക്കൂകി പാട്ടുകൾ പാടണ സുന്ദരി പെണ്ണെ കുയിലമ്മ. പേരയ്ക്ക ചാമ്പക്കാരി തിന്ന് കിടന്നുറങ്ങണ വാവലച്ചൻ നീട്ടിക്കൂകി പാട്ടുകൾ പാടണ സുന്ദരി പെണ്ണെ കുയിലമ്മ. കുഞ്ഞിക്കൂനാനും ഷോണാനുറുമ്പും കുട്ടിൻ തള്ളൻ കാർന്നോരും ഒന്നിച്ചൊരുമിച്ച് കൂട്ടുകൂടാൻ മാമരും പന്തലിച്ചേ. കുഞ്ഞിക്കൂനാനും ഷോണാനുറുമ്പും കുട്ടി തള്ളൻ കാർന്നോരും ഒന്നിച്ചൊരുമിച്ച് കൂട്ടുകൂടാൻ മുത്തശ്ശി മാമരും പന്തലിച്ചേ. മുത്തശ്ശി ഈ പൂമരച്ചോട്ടിൽ വന്നിരുന്ന് മിന്നാമിനുങ്ങിന്നുറുങ്ങുവേട്ട കഥകൾ ചൊല്ലി തന്നിരുന്നേ. ചുണ്ടു ചുവപ്പൻ തത്തയും കുഞ്ഞും കൂടൊരുക്കിയ കഥകൾ പറയും ആമയുടെ മുയലിൻ്റെ പന്തയ കഥകൾ. പഴം തിന്നാൻ അണ്ണാറക്കണ്ണൻ ആലിൻ മരത്തിൽ ചെന്നു കയറി. തെക്കേ കൊമ്പിൻ തുമ്പിലെ കൂറ്റിൽ കാക്ക കുഞ്ഞുങ്ങൾ ഒച്ച വെച്ച് ചില്ല പെറുക്കി കൂടൊരുക്കിയ കാക്കക്കറുമ്പൻ കണ്ടപ്പോൾ കൂട് പൊളിക്കാൻ വന്നെന്ന് ചൊല്ലി കൊക്കൊണ്ട് തള്ളി താഴിട്ട്. ആലിൻ പഴം തിന്നാൻ അണ്ണാറക്കണ്ണൻ ആലിൻ മരത്തിൽ ചെന്നു കയറി. തെക്കേ കൊമ്പിൻ തുമ്പിലെ കൂട്ടിൽ കാക്ക കുഞ്ഞുങ്ങൾ ഒച്ച വെച്ചേ ചില്ല പെറുക്കി കൂടൊരുക്കിയ കാക്കക്കറുമ്പൻ കണ്ടപ്പോൾ കൂട് പൊളിക്കാൻ വന്നെന്നു ചൊല്ലി കൊക്കൊണ്ട് തള്ളി താഴിട്ടേ. അച്ചു, പല്ല് തേച്ച് കഴിഞ്ഞില്ലേ? സമയം 7 നീ എവിടെയാ?
ഈശ്വര, ഇന്നും ഞാൻ നേരം വൈകും. മണി 7 അതിനെങ്ങനെയാ ആ നശിച്ച മരത്തിന്റെ ചവറടിച്ച് തീർക്കാൻ തന്നെ വേണ്ടേ 1 മണിക്കൂർ? അത് വെട്ടാൻ ഏൽപ്പിച്ചവരെ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടേ ഇല്ല. അച്ചു, നീ എവിടെയാ? നീ ഇവിടെ എന്തെടുക്ക അച്ചു? സമയം 7 എടി അച്ചു. കഴിഞ്ഞു അമ്മേ. അതെ, ഞാനിപ്പോ വരാട്ടോ. അമ്മേനെ വിളിക്കണ്ട്. ഹലോ, എന്താണ് പതിവ് പോലെ താനൊന്ന് തിരക്കിലാണോ? ദേ രാജേട്ടാ, തമാശക്കല്ലേ? എത്ര നാളായി ഞാൻ പറയണു ആ മരം ഒന്ന് വെട്ടാൻ. മുറ്റടിച്ചാലും നടുടിഞ്ഞു പോകൂട്ടോ. അതോർത്തിരി താൻ വിഷമിക്കേണ്ടടോ. മരം വെട്ടുകാരെ ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അവരിന്ന് തന്നെ മരം വെട്ടി മാറ്റാമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. വീട്ടിലെ പണിയും മുറ്റടി എല്ലാം കൂടി എനിക്ക് വയ്യ രാജേട്ടാ. അമ്മേ, എന്റെ ഉടുപ്പ് എവിടെയാ? രാജേട്ടാ, വൈകിട്ട് വിളിക്കേ. മോളെ ഒരുക്കട്ടെ, എനിക്കും കടയിൽ പോകാൻ നേരായി. ഓക്കെ. ആശാനെ, ഞാനൊന്ന് ഉച്ചവരെ പണിക്ക് പോകും. അത് ശരിയാവുന്നില്ല. മരം വെട്ടുകാര് എവിടേക്കാണാവോ? നീ ഇത് വേഗം തീർക്കാൻ നോക്കണം. ചേച്ചി, ഞങ്ങാ മരം വെട്ടുണ്ട്. അപ്പം അതിൻ്റെ പൈസ ഇതേ പറഞ്ഞ പൈസ. പൈസയെക്കാളും പ്രാധാന്യം നിങ്ങൾ ഈ മരം വെട്ടിയാൽ മതി. ഗുഡ് മോർണിംഗ് ടീച്ചർ. Good morning, children. ചേട്ടാ, കമ്പും ചില്ലൊന്നും ഇവിടെ ഇടണ്ട, എല്ലാം കൊണ്ടേക്കോ. എന്താണ് ജൂൺ 5 പ്രത്യേകത? ലോക പരിസ്ഥിതി ദിനം. എന്തിനു വേണ്ടിയാണ് നാം ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്? പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനും വേണ്ടിയാണ് നാം ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള വൃക്ഷങ്ങളെ സംരക്ഷിക്കുക, ഒരുപാട് വൃക്ഷത്തൈ വെച്ച് പിടിപ്പിക്കുക, ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്നതാണ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം. നമുക്ക് അങ്ങനെയാണെങ്കിൽ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ മനുഷ്യലോകത്തിന് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ചെയ്തു തരുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് ഒന്ന് ലിസ്റ്റ് ചെയ്യാമോ? ഒന്ന് ലിസ്റ്റ് ചെയ്തേ. ചൂട് കുറയ്ക്കുന്നു, മഴ പെയ്യാൻ സഹായിക്കുന്നു,
നോക്കൂ, ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മരം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും പകരം ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഒരു ദിവസം ഒരു മനുഷ്യൻ ശ്വസിക്കുന്നത് 3 ഓക്സിജൻ സിലിണ്ടറിലെ അത്രയും ഓക്സിജനാണ്. ഒരു സിലിണ്ടറിൻ്റെ വില 700 രൂപയാണ്. അങ്ങനെ നോക്കിയാൽ ഒരാൾ ഒരു ദിവസം 700 × 3 2100 രൂപയുടെ ഓക്സിജൻ ശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു വർഷമോ 365 × 2100, അതായത് 7,66,500 രൂപയുടെ ഓക്സിജനാണ് ശ്വസിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള മരങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ ഓക്സിജൻ നമുക്ക് തരുമ്പോൾ പകരം നമ്മൾ മരങ്ങളോട് കാണിക്കുന്നതോ ഒരു ഇടത്തരം മരമെടുത്താൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഒരു ഇടത്തരം മരം 4 പേരുള്ള ഒരു കുടുംബത്തിന് ഒരു വർഷം മുഴുവൻ ശ്വസിക്കാനുള്ള ഓക്സിജൻ പുറത്തുവിടുന്നു. ഒരു വർഷം 12 കിലോഗ്രാം കാർബൺ ആഗിരണം ചെയ്യുന്നു. ചുട്ടുപൊള്ളുന്ന നട്ടുച്ചയിൽ മരത്തണലിൽ 5 ഡിഗ്രി വരെ ചൂട് കുറവായിരിക്കും. 1 ഹെക്ടർ വനത്തിന് 2.5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയും. മണ്ണൊലിപ്പ് തടയും. ഔഷധങ്ങളുടെ കലവറയാണ് മരങ്ങൾ. 1000 പേർക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായു ലഭിക്കാൻ 2 ഹെക്ടർ വനം വേണമത്രേ. ഒരു മരം മുറിച്ചാൽ നമുക്കത് കേവലം ഒരു മരം മാത്രമാണ്. പക്ഷേ നാം അറിയാതെ പോകുന്ന, ഒരു പക്ഷേ അറിഞ്ഞിട്ടും ഗൗനിക്കാതെ പോകുന്ന ഒട്ടനവധി ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന അവസ്ഥയും ഇന്ന് നാം കാണാതെ പോകുന്നു. ചിലന്തികളും ഉറുമ്പുകളും പക്ഷികളും ചിത്രശലഭങ്ങളും അവയിൽ ചിലതു മാത്രമാണ്. ചിത്രശലഭങ്ങളെയും പക്ഷികളെയും നമുക്കേറെ ഇഷ്ടമാണ്, അല്ലേ? ഇവയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. അത് വെട്ടണുണ്ടാ? എന്താ കാണിക്കാൻ അച്ചു? നീ അടിക്കല്ലേ അച്ചു? എന്താ കാണിക്കണ മോളെ നീ?
സോറി ഡാച്ചു, സംഭവിച്ചു പോയില്ലേ, നീ പിണങ്ങല്ലേ. നാളെ നിന്റെ സ്കൂളിലെ വൃക്ഷത്തെ നടയിൽ അമ്മയും പങ്കെടുക്കാം. ഈ ഒരു മരത്തിന് പകരമായി ഒത്തിരി വൃക്ഷത്തൈകൾ നമുക്ക് നാളെ നടാം. നാളെ തൈകൾ നടാൻ അമ്മയും വരോ? ഉറപ്പായും. അതൊന്നും മാത്രമല്ല, നാളെ നമ്മൾ വൃക്ഷത്തൈകൾ നടുകയും അവയെയും മറ്റു ജീവജാലങ്ങളെയും ഇനിയുള്ള കാലം സംരക്ഷിക്കുകയും ചെയ്യും. ഐ പ്രോമിസ്. അച്ചു.